നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകൾ ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ പുരോഗമിക്കുന്നു. CPIയുടെ ഏക സീറ്റായ മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി K. സലിംകുമാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിനോടൊപ്പം വനിതാ സ്ഥാനാർത്ഥി എത്താനും സാധ്യത. UDFിലും വനിതാ സ്ഥാനാർത്ഥിയുടെ പേരും ഉയരുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിനു വളകോട് ചേരുന്നു. ഷിനു, പീരുമേട് ഇടതുപക്ഷത്തിന് നിലനിർത്തുകയെന്നത് അഭിമാന പ്രശ്നമാണ്, പ്രത്യേകിച്ച് CPIക്ക്. കോൺഗ്രസിനെ സംബന്ധിച്ച് സീറ്റ് തിരിച്ചുപിടിക്കുകയെന്ന വലിയ ലക്ഷ്യമാണ് മുന്നിലുള്ളത്. ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ നിരവധി പേരുകൾ ഉയർന്നു വന്നിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? പീരുമേട് നിയോജകമണ്ഡലത്തിൽ സീറ്റ് നിർണയ ചർച്ചകൾ ഏറെ സജീവമായി മുമ്പോട്ട് വരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വർഷങ്ങളായി തങ്ങളുടെ കയ്യിലുള്ള മണ്ഡലം നിലനിർത്തുവാൻ ഇടതുപക്ഷവും അത് എങ്ങനെയും തിരിച്ചുപിടിക്കുവാൻ UDF ഏറെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത്. ഇടുക്കി ജില്ലയിൽ തന്നെ CPIയുടെ ഏക മണ്ഡലമാണ് പീരുമേട്. അവരുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന K. സലീംകുമാർ, ജോസ് ഫിലിപ്പോ എന്നിവർക്കും പുറമെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി കടന്നു വന്നാലും അത്ഭുതപ്പെടുവാനില്ല. ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഏറെ ജനകീയമായിരിക്കും ശ്രീ ആശ ആന്റണിയുടെ പേരാണ് അവസാന നിമിഷം ഇടതുപക്ഷത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ UDFിൽ നിന്നും റോയ് കെ പൗലോസിന്റെ KPC വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ റോയ് കെ പൗലോസിന്റെ പേരിനാണ് ഏറെ പ്രാമുഖ്യം. 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ടാണ് ശ്രീ സിറിയക് തോമസിനെ തിരിച്ചടിയാകുന്നത്. അതോടൊപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഏറെ ജനകീയനുമായ ശ്രീ ഷാജി പൈനാടത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇടതുപക്ഷത്തു നിന്നൊരു മഹിളാ സ്ഥാനാർത്ഥി കടന്നു വരികയാണെങ്കിൽ UDFിൽ നിന്നും വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ മത്സരിച്ച് ജയിച്ച ശ്രീ മണിമേഖല യുടെ പേരും ഏറെ സജീവമായി രംഗത്തുണ്ട്. ഇതോടൊപ്പം തന്നെ മണ്ഡലത്തിന് പുറത്തു നിന്നും ശ്രീ ജോസഫ് വാഴക്കന്റെ പേരാണ് UDFിൽ ഉയർന്നു കേൾക്കുന്നത്. ഷിനു വളകോടാണ് വിവരങ്ങൾ നൽകിയത്.